ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ പത്രമാറ്റ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് താലി കെട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അനാമികയുടെ അച്ഛനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മുഹൂർത്തത്തിന് ഇനി 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ എന്ന് സ്വാമി പറയുമ്പോൾ അപ്പോൾ അമ്മ പറയുകയാണ് അനാമികയുടെ എങ്കിൽ താലി കെട്ട് നടന്നോട്ടെ എന്ന് പറയുമ്പോൾ ജെയിംസ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പെണ്ണിൻ്റെ അച്ഛനില്ലാതെ എങ്ങനെയാ, അത് ശരിയാവില്ല, അവർ വരട്ടെ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. അച്ഛനെ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ അനാമികയുടെ അച്ഛനെ എന്താ പറയുക, അയാൾ പൈസ കൊടുക്കാനുള്ള ആൾ വല്ലാതെ ഇങ്ങനെ ഉപദ്രവിക്കുകയും നീ പൈസ തരാതെ ഈ കല്യാണം നടക്കില്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ കോളറൊക്കെ പിടിച്ച് ഒരുപാട് ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ആദർശ് വരുന്നുണ്ടായിരുന്നു. എന്താ അങ്കിളെ അങ്ങോട്ടേക്ക് വരാത്തെ എന്ന് പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഇവരൊക്കെ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഫ്രണ്ടാ മോനെ, ഞങ്ങൾ ബിസിനസ് പാർട്ട്ണറായിരുന്നു, അപ്പോൾ വലിയൊരു ബിസിനസ് നഷ്ടം പറ്റിയപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു അതെ ബിസിനസ് തന്നെ അത് പൊളിഞ്ഞു, അപ്പോൾ ഇയാൾ എനിക്ക് പൈസ തരാനുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ പറയാണ് ഇതിപ്പോൾ അനാമിക അനന്തപുരിയിലെ മരുമകളാവാൻ പോവാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ, അതായത് പൈസ ഒക്കെ അനന്തപുരിയിലുള്ള ആൾക്കാർ ഏറ്റു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ പറയുന്നുണ്ടായി. അപ്പോൾ അയാൾക്കത് കേട്ടതോടെ ഭയങ്കര സമാധാനമായി, അയാൾ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു അനാമികയുടെ അച്ഛനോട് ഇങ്ങനത്തെ ആളായിട്ട് എങ്ങനെയാ ബന്ധം ഇങ്ങനെ വയ്ക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അയാൾ ഇങ്ങനെ ഒരുപാട് കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആദർശിനെ വിശ്വസിപ്പിക്കുകയാണ്. അതൊരു ബിസിനസ് അയാളായിട്ട് തകർത്തതാണ്, എന്നിട്ട് അയാൾ എന്തൊക്കെയോ കള്ളക്കണക്ക് പറഞ്ഞ് എന്നോട് പൈസ വീണ്ടും ചോദിക്കുകയാണ്, പൈസ ഇല്ലാഞ്ഞിട്ടല്ല കൊടുക്കായിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ അയാൾ വീമ്പളൊക്കെ ആയിരുന്നു. എന്താ പറയുക, ഇതിനിടയിൽ നമ്മുടെ നന്ദുവിൻ്റെ അനിയുടെയും ഫ്രണ്ട്സ് രണ്ടുപേരും ഇങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അവളെ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്താ പറയുക, അനി താലി കെട്ടുന്നത് നന്ദുവിനെ അല്ലാത്തതുകൊണ്ട് അവിടേക്ക് പോകാനും വയ്യ എന്നിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അപ്പോൾ അതിലൊരാൾക്ക് നന്ദുവിൻ്റെ കോള് വരികയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നന്ദു പറഞ്ഞു ഞാൻ മരിക്കാൻ പോവാണ്, ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്, ഞാൻ മരിക്കാൻ പോവാണ്, പുഴയിൽ ചാടി മരിക്കാൻ പോവാണ്, എനിക്ക് വയ്യ, ഞാൻ ഇനിയും അനിയുടെ ജീവിതത്തിൽ ഒരു കരടായിട്ടുണ്ടാവും, അനിക്ക് എന്നെ എന്തായാലും മറക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് നന്ദു ഫ്രണ്ടിനോട്. അപ്പോൾ ഇത് കേട്ട് ഫ്രണ്ട് ഭയങ്കര ടെൻഷനാവുകയും നന്ദുവിനെ തേടി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ഗോവിന്ദൻ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, മറ്റേ ഫ്രണ്ടിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് നന്ദുവിനെ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഇല്ല, അവൾ അവിടെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നന്ദു എന്താ പറയുക, ധൈര്യം സംഭരിച്ച് പുഴയിലേക്ക് ചാടാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. അങ്ങനെ ചാടുകയും ചെയ്തു. ഇതിനിടയിൽ ഇങ്ങനെ അനി ഇങ്ങനെ തിരയുകയായിരുന്നു. നന്ദുവിൻ്റെ മുഖം മാത്രം വിവാഹത്തിൽ എന്താ പറയുക, വിവാഹം കഴിക്കാനിരുന്നപ്പോൾ നന്ദുവിൻ്റെ മുഖം മാത്രം അവിടെ എവിടെയും കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലും ആകാംക്ഷയിലൊക്കെ ഇരിക്കുകയാണ് നമ്മുടെ അനി. നയനയും ഇങ്ങനെ ചിന്തിക്കായിരുന്നു നന്ദുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്നപ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു നന്ദുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ മോളെ എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ പറയുക, പക്ഷേ ഇതിനിടയിൽ നമ്മുടെ അനാമിക എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജാരി ഇങ്ങനെ പൂജ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് അത് നിർത്തി, എന്താ പറയുക, ഇയാളുടെ മന്ത്രവാദം ഇനിയും കഴിഞ്ഞില്ലേ, മുഹൂർത്തം ഇപ്പോൾ കഴിയുമല്ലോ എന്നൊക്കെയാണ് നമ്മുടെ അനാമികയുടെ ചിന്ത മുഴുവൻ. അങ്ങനെ നന്ദുവിൻ്റെ ഫ്രണ്ട് അവിടേക്ക് എത്തുകയും അവിടെ ആൾക്കൂട്ടം ഇങ്ങനെ കണ്ട് എന്താ പറയുക അവിടേക്ക് പോവുകയും ചെയ്യുമ്പോൾ നന്ദുവിനെ അവിടുത്തെ എന്താ പറയുക അവിടുത്തെ ആൾക്കാരെ രക്ഷപ്പെടുത്തുകയും ഇങ്ങനെ വെള്ളം ഒരുപാട് കുടിച്ചിട്ടുണ്ട്, രക്ഷപ്പെടാൻ ചാൻസ് കുറവാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുകയും ചെയ്തു. അങ്ങനെ നന്ദുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിനിടയിൽ അത് വന്ന് പറയാൻ വേണ്ടി മണ്ഡപത്തിലേക്ക് എത്തുമ്പോഴേക്കും താലി കിട്ടുന്നുണ്ടായിരുന്നു അനി. അപ്പോൾ അത് കണ്ട് സങ്കടമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അത് നയനയോട് പറയുകയും നയന ഷോക്കാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശിനെ വിളിച്ച കാര്യം പറയുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ ആദർശ നയനയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാനിരിക്കുകയാണ്. അങ്ങനെ ജയനോട് പറഞ്ഞ് ഞങ്ങളിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. അപ്പോൾ കനക ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇവർ ഇങ്ങോട്ടേക്കാണ് ഈ ടൈമിൽ പോയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരോടൊന്നും പറയാതെയാണ് ഇവർ രണ്ടുപേരും പോയത്. നയന ഭയങ്കര വിഷമത്തിലാണുള്ളത്. നന്ദുവിന് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ വിഷമിക്കുകയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വളരെ ബോൾഡായ നന്ദു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് രണ്ടുപേരും ഇങ്ങനെ തന്നെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നയന ഇങ്ങനെ പറയുകയാണ്, വളരെ ബോൾഡാണെങ്കിലും ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ പോലും കൊടുത്തു കളയും, അതാണ് അവളുടെ സ്വഭാവം എന്നൊക്കെ നയന പറഞ്ഞു കൊടുക്കുകയും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ അനാമിക വളരെ സന്തോഷത്തിലാണ്, താലികെട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സന്തോഷത്തിലാണ്. ഇതിനിടെ സ്വാമിജി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ താലികെട്ട് കഴിഞ്ഞതിങ്ങനെ കണ്ടു നിൽക്കേണ്ടി വന്നു നമ്മുടെ സ്വാമിജിക്ക്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് എന്താ പറയുക, ഇങ്ങനെ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അയ്യോ നടക്കാൻ പാടില്ലാത്ത കല്യാണമാണല്ലോ നടന്നത്, ഞാൻ ഇത്തിരി വൈകിപ്പോയല്ലോ എന്നിങ്ങനെ സ്വയം ചിന്തിക്കുകയായിരുന്നു. ഇതിനിടെ ആദർശും നയനയും ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ഡോക്ടറെ കണ്ടപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്ത് ബുദ്ധിമോശമാണ് കുട്ടി കാണിച്ചത്, ഒരുപാട് വെള്ളം കുടിച്ചിട്ടുണ്ട്, ചെളിയും അകത്ത് ചെന്നിട്ടുണ്ട്, ഒന്നും പറയാറായിട്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. എന്തായാലും നന്ദുവിന് ജീവൻ തിരിച്ചു കിട്ടോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ നയനയും ആദർശൊക്കെ ഉള്ളത്. അവർക്ക് ആദർശനും നയനയ്ക്കും എത്രത്തോളം അനിയോട് നന്ദുവിന് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അനിയാണെങ്കിൽ താലി കെട്ടിയും പോയി. അനാമികയ്ക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട്. ഇനിയിപ്പം എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് കണ്ടറിയണം. ഏതായാലും 2 താലികെട്ട് ഉണ്ട് എന്ന് പറയുന്ന സ്ഥിതിക്ക് അനാമികയായിട്ട് ഉള്ള ജീവിതം നമുക്കിനി കണ്ടറിയാം. അപ്പോൾ അനന്തപുരിയിലേക്ക് ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കാണണമെങ്കിൽ ഈ ചാനൽ നിർബന്ധമായും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ നിർബന്ധമായും അമർത്തുക. എന്നാൽ മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.